Hello guys, welcome to Castroller Movie Review channel. ഇന്നത്തെ ഇതിപ്പോൾ രണ്ടാമത്തെ റിവ്യൂ ആണ്. ദിസ് ഈസ് അബൌട്ട് എ രഞ്ജിത്ത് സിനിമ സ്റ്റാറിങ് ആസിഫ് അലി, സൈജ് കുറുപ്പ്, ആൻസൺ പോൾ, നമിത പ്രമോദ്, ജുവൽ മേരി, ഹന്നാർ, രജീവ് കോശി, പിന്നെ ജയപ്രകാശ്, പിന്നെ ആരുള്ള, പിന്നെ രഞ്ജി പണിക്കർ, ബാലചന്ദ്ര മേനോൻ ആൻഡ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അവരൊക്കെയാണ് സിനിമയിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിഷാന്ത് സട്ടു. ഫസ്റ്റ് പടമെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. പിന്നെ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, വീണ്ടും ഒരു ആവറേജ് പടത്തിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ഇത് ആവറേജ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കൊള്ളാം, നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ്റർവൽ ബ്ലോക്ക് വരെ നല്ല പടം ഫസ്റ്റ് ഹാഫ്. ബട്ട് ഇൻ സെക്കൻഡ് ഹാഫ് എക്സ്പെക്റ്റ് ചെയ്തത് ഫുള്ളായിട്ടും തകിടം മാറി. സെക്കൻഡ് ഹാഫ് ഒരു വകയ്ക്ക് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. കാരണം ആസിഫ് അലിയുടെ പടം എന്ന് പറയുന്നത്, ആസിഫ് അലി എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു പടം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിഞ്ഞിട്ടില്ല. അത് പറയാൻ പറ്റാന്നിട്ടാണ് ഞാൻ ഇവിടെ വാടിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ കൂടെ കയറി വിളിച്ചാണ്. ഞാൻ ഈ സിനിമ ഇറങ്ങിയത് ഇത് തിയേറ്റർ റിലീസാണ്. ഞാൻ അറിയാൻ വയ്യാത്തുണ്ടോ ചോദിക്കും, ഇത് തിയേറ്റർ റിലീസാണ്. ഇത് തിയേറ്ററിൽ ഇറങ്ങിയൊരു പടം തിയേറ്ററിൽ ഇറങ്ങിയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ലടേ. ഞാൻ എന്നോട് എന്തോ ഒരു വെറുതെ ഇരിക്കുകയല്ലേ വെച്ചിട്ട് ഒരു സിനിമയുടെ ട്രെയിലറാണ്, ഈ സിനിമയുടെ ട്രെയിലറുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ സിനിമ ഇറങ്ങിയത് പോലും ഞാൻ അറിയണത് കഴിഞ്ഞ വർഷം. എന്തോന്നടേ ഇതിനെന്തോ പറഞ്ഞല്ലേ, എന്തോന്നാണ് റിയൽ, ഞാൻ മറന്നുപോയി, റിയൽ ഫിക്ഷൻ. അത് നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ആ ഒരു കോൺസെപ്റ്റ് അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. കോൺസെപ്റ്റ് കൊള്ളാം, പക്ഷേ സിനിമ ഫസ്റ്റ് ഹാഫിൽ അത് മാക്സിമം നടന്നിട്ടുണ്ട്. ബട്ട് ഇൻ സെക്കൻഡ് ഹാഫ് ഇത് കട്ട ഡിസപ്പോയിൻമെൻ്റാണ്. ഞാൻ ഈ സിനിമ കണ്ടത് ആസിഫ് അലിയുടെ ഒരു കംബാക്ക്, മീൻസ് കാസർഗോഡ് പൊട്ടി, അപ്പോൾ പടത്തിലൂടെ എങ്കിലും ഒരു കംബാക്ക് കിട്ടും എന്ന് വിചാരിച്ചിരുന്ന് കണ്ടാണ്. പക്ഷേ അത് വീണ്ടും പിന്നെ ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ചെയ്യുകയായിരുന്നു. ഇനി ഒരുപാട് പടങ്ങൾ അറിഞ്ഞിട്ട് എന്നിട്ട് പേര് എന്തോന്നാണ്, ടിക്കി ടാക്ക, ലെവൽ ക്രാസ് എന്നീ 2 പടങ്ങൾ ഇറങ്ങാനുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ സെക്കൻഡ് പാർട്ടുണ്ട്. അതല്ല, ഈ സിനിമ അവസാനിപ്പിച്ചിരിക്കണം അങ്ങനെയാണ് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞാണ്. സെക്കൻഡ് പാർട്ട് ഇറക്കരുത് കേട്ടോ. ഇറക്കിയ പുറത്തിറക്കേണ്ടി വരും. ഇങ്ങനത്തെ അപരാധമാണ് ഇത് കാണിച്ച് ചെയ്യുന്നത്. ദിസ് ഈസ് എ അപരാധം ബൈ നിഷാന്ത് സട്ടുവണ്ണ. ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും നല്ലൊരു പടം ചെയ്താൽ മതി. കുറച്ചും കൂടി നല്ലൊരു സ്റ്റോറി ആയാൽ ഇറ്റ് വിൽ ബി ഹിറ്റ് മാത്രമേ അങ്ങനെ അദ്ദേഹത്തോട് പറയാനുള്ളൂ. പിന്നെ ആസിഫ് അലിയുടെ അഭിനയം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷൈജു കുറുപ്പും അടിപൊളിയായിട്ടുണ്ട്. ആൻസൺ ഈ സിനിമയിൽ ഫുള്ളായിട്ടും ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിരിക്കുന്ന ആൻസൺ ഫുൾ ഈ സിനിമയിൽ എത്രത്തോളം ഉണ്ടോ അത്രയും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. രജീവ് കോശി ഇസ് എ നെഗറ്റീവ്. ഒരു അവരുടെ അഭിനയം ഒരു കാര്യത്തിന് കൊള്ളില്ല. പിന്നെ നമിത പ്രമോദ് ഫസ്റ്റ് ഹാഫിൽ നല്ല സ്കോർ ചെയ്തിട്ടുണ്ട്. ജുവൽ മേരിയും ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഉടൻ ജയപ്രകാശ്, മീൻസ് ഉഴത്തിൽ വില്ലൻ വേണ്ടിയിട്ട് വന്ന ആൾ ഇപ്പോഴത് സ്കോർ ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് എവിടേക്ക് ഓവർ ആക്ടിങ് തോന്നി. ഫസ്റ്റ് ഹാഫ് തീരാറായപ്പോൾ
ഒരു അരമണിക്കൂർ നല്ലത് തോന്നി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഓവർ ആക്ടിങ് ചെയ്യുന്നവരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഹർഷ അശോകൻ ഇങ്ങനെ ചെറിയ റോളാണ് കൊടുത്തിരിക്കുന്നത്. അത് അതേമാതിരി ചെയ്തിട്ടുണ്ട്. രഞ്ജി പണിക്കർ ഓക്കെ, ഹീസ് എ പോസിറ്റീവ്. പിന്നെ ഇങ്ങനെയും പോസിറ്റീവാണ് ാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇതിലൊരു വില്ലനുണ്ട്. അയാൾ കേട്ട ശോകമാണ്. അയാൾ ആദ്യം തൊട്ട് അവസാനം വരെയും ശോകമാണ്. എൻ്റെ പൊന്നോ, ഇറങ്ങി ഓടിയാലോന്ന് അല്ല മാറ്റി കളഞ്ഞാലോന്ന് വിചാരിച്ചതാണ്. കാരണം അത്രയ്ക്കും ശോകമാണ് സിനിമയുടെ ഇത്. വില്ലൻ ഒരു പവർഫുള്ളായിട്ട് വില്ലനില്ല ഇന്നില്ല ഈ സിനിമയിൽ. അതിൻ്റെ സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഞാൻ ഗൂഗിൾ അടിച്ചത് സൈക്കോളജിക്കൽ ത്രില്ലറാണ് ചോദിച്ചു. എന്തോന്നത് ഞാൻ മനസ്സിലാവണില്ല കേട്ടോ, ഒന്നും മനസ്സിലാവണില്ല. സൈക്കോളജിക്കൽ ത്രില്ലറാണോ ഇല്ലെങ്കിൽ ഡാർക്ക് കോമഡി ആണോ അല്ലെങ്കിൽ ഡാർക്ക് ത്രില്ലറാണോ ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. എന്തോ ഇത്. ബട്ട് ഇന്ന് ആദ്യം കണ്ട ശമന്ത കമ്പനിയെ കാട്ടി എത്രയോ ഭേദമാണ് ഇത്. ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു, ശമന്ത കമ്പനി മൂവി റിവ്യൂ. അത് കാണാത്തവരുണ്ട്, കണ്ടേക്കുക. അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ബെറ്റർ ദാൻ അത് എന്നാണ് പറയാനുള്ളത്. എന്നാൽ പക്ഷെ ആസിഫ് അലിയുടെ ഇനിയും പടങ്ങൾ ഇറങ്ങാനുണ്ട്. ആസിഫ് അലി ഞാൻ തരം താഴ്ത്തിയൊന്നുമല്ല, അദ്ദേഹം കുറച്ചുകൂടി നല്ല സ്കോറിങ്ങിലോട്ട് എത്തണം. അങ്ങനെ ഇപ്പോൾ ഈ വർഷം വരാൻ പോകുന്ന ലെവൽ ക്രോസ് എന്ന് തോന്നുന്നു. ലെവൽ ക്രോസും ടിക്കറ്റ് ആക്കിയെന്ന് തോന്നുന്നു. ഇറങ്ങട്ടെ, എന്തായാലും വെയിറ്റിംഗ്. പിന്നെന്താ പറയുക, വേറൊന്നും പറയാനില്ല. പടം ശോകമാണ്. കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോടൊപ്പമുണ്ട്, ഇല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ഇരുന്ന് ഇത് കാണുന്നതല്ല. അത് വേറൊന്നും പറയാനൊന്നുമില്ല. ഞാനങ്ങനെ കണ്ടത് അതുകൊണ്ട്. പിന്നെ എന്തായാലും അടുത്ത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓൾ ആക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ, വെസ്കസ്, പിഷ്കാണ്.